കുട്ടികളെ നമസ്കാരം. പറയുന്നതിൻ്റെ ഗുണദോഷങ്ങൾ, അതായത് എന്തു പറയണം എന്തു പറയരുത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കേട്ട് കഴിഞ്ഞു. എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്നുള്ള വിഷയം ആണ് കവി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. അതായത് ബാലോപദേശത്തിലെ ഖണ്ഡം 2 18 ശ്ലോകത്തിൽ ശ്ലോകം ഇതാണ്: ചെയ്യാതിരിക്കിലഘമുള്ളതു ചെയ്ക കാലേ, ചെയ്യായിക ചെയ്കിലഘമുള്ള കഠോര കർമ്മം. അയ്യോ കുമാര തവ പറ്റരുതേതു മേനസ്സംയോഗം, ആയതുരുജാകരം ഏതവന്യം. ചെയ്യാതിരിക്കിൽ അഘമുള്ളത് കാലേ ചെയ്യുക, ചെയ്കിൽ അഘമുള്ള കഠോരകർമ്മം ചെയ്യായിക. അയ്യോ കുമാര ഏതും ഏനസംയോഗം തവ പറ്റരുത്, ആയത് ഏതവന്നം രുചാകരമാണ് എന്നാണ് ഇതിൻ്റെ അന്വയം വരെ. ചെയ്യാതിരിക്കൽ, അത് നമ്മൾ പ്രവർത്തിക്കാതിരുന്നാൽ, ചെയ്യാതെ കണ്ടിരുന്നാൽ എന്നർത്ഥം. അഘമുള്ളത്, പാപമുള്ളത്, ദോഷമുള്ളത്, കുറ്റമുള്ളത്, ആ സംഗതികൾ കാലേ ചെയ്യുക, നേരത്തെ കൂട്ടി ചെയ്യുക, വേണ്ട സമയത്ത് ചെയ്യുക. നേരത്തെ എഴുന്നേൽക്കൽ തുടങ്ങി അവനവന് വിധിച്ച കർമ്മങ്ങൾ അതതു സമയത്ത് ചെയ്തില്ലെങ്കിൽ അതിന് ദോഷമുണ്ട്. അതുപോലെ അച്ഛനമ്മമാരെ വന്ദിക്കുക, അവരെ ശുശ്രൂഷിക്കുക എന്നിവ ചെയ്തില്ലെങ്കിൽ പാപമാണ്. ഗുരുപദേശം സ്വീകരിക്കുക, അവരെ എപ്പോൾ കണ്ടാലും ആദരിക്കുക മുതലായവ കുട്ടികളുടെ ശിഷ്ടാചാരങ്ങളാണ്. അവ അതതു സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. അതിനാൽ അവ എല്ലാ കാലത്തും അതിനു പറ്റിയ നേരത്തെ ചെയ്തിരിക്കണം എന്ന് ചുരുക്കം. പിന്നെ പറയുന്നത് ചെയ്കിൽ അഘമുള്ളവ ചെയ്താൽ പാപം കിട്ടുന്ന കഠോരകർമ്മം, അതായത് അതിഭയങ്കരമായ കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക. കഠോരകർമ്മങ്ങൾ നിരവധിയാണ്. നമ്മൾ അവയേറെ കുറെ നേരത്തെ കണ്ടതാണ്. അസത്യം പറയുക, അസത്യം ചെയ്യൽ, ഹിംസ തുടങ്ങിയത് ചെയ്യൽ, ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് കഠോര കർമ്മങ്ങളാണ്. അതായത് പാപം കിട്ടുന്ന തരത്തിലുള്ള പണികളാണ്. അതിലൊന്നിലും എൻ്റെ കുട്ടികളെ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് സാരം. പൂർവാർത്ഥം കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കവി നമുക്ക് വ്യക്തമാക്കി തന്നു. അതിൻ്റെ കാരണം കൂടി വ്യക്തമാക്കുകയാണ് ഉത്തരാർത്ഥം വഴി. അയ്യോ കുമാര, അയ്യോ എന്നത് ഒരു നിപാതമാണ്, വ്യാക്ഷേപകം എന്ന് പറയും. ഭയം, സങ്കടം എന്നിവയെ ദ്യോതിപ്പിക്കുകയാണ് ആ വാക്കുകൊണ്ട്. കുമാര എന്നുള്ളത് സംബോധനയാണ്, കുട്ടികളോടുള്ള ഉപദേശമാണല്ലോ. അപ്പോൾ കുട്ടികളെ വിളിച്ച് ശ്രദ്ധ ആകർഷിച്ച് കവി പറയുകയാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടിയാണ് കുമാരൻ. തവ ഏനസംയോഗം പറ്റരുത്. ഏനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം, കുറ്റം, അതായത് അധപ്പതനത്തെ ഉണ്ടാക്കുന്നതാണ് ഏനസ്. അതുമായി സംയോഗം എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ടുള്ള യോഗം, നല്ല പോലെ കൂടിച്ചേരൽ, പറ്റിച്ചേരൽ, അത് പറ്റരുത് എന്നർത്ഥം. പാപവുമായുള്ള കൂടിച്ചേരൽ, ഇഴുകിച്ചേരൽ പറ്റാതിരിക്കണം. അതിൻ്റെയും കാരണം പറയുകയാണ് കവി. പിന്നെ ആയത് ഏതവന്യം, ഏതൊരാൾക്കും, ഇന്നയാൾക്ക് ഒഴിവില്ല എന്നർത്ഥം. ഏത് മനുഷ്യനായാലും ശരി, പാപവുമായി കൂടിച്ചേർന്നാൽ, പാപം പറ്റിപ്പോയാൽ, അത് കുറ്റം പറ്റിപ്പോയാൽ അത് ദോഷമാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ ഈ ശ്ലോകം കൊണ്ട് കവി പറയുന്നത്, എന്ത് ആണ് ചെയ്തില്ലെങ്കിൽ പാപം കിട്ടുന്നത് അത് നേരത്തെ ചെയ്യണം, ചെയ്താൽ പാപമുള്ളത് ഒഴിവാക്കണം. കാരണം പാപം കിട്ടുന്നത് ദുഃഖകരമാണ്.
അത് എല്ലാവർക്കും ബാധകമായുള്ള സംഗതിയാണ്. പാപം ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ അത് ഒഴിവാക്കണം എന്നാണ് ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. ചെയ്യാതിരിക്കലഘമുള്ളതു ചെയ്യുക കാലേ, ചെയ്യായിക ചെയ്കിലഘമുള്ള കഠോര കർമ്മം. അയ്യോ കുമാര തവ പറ്റരുതേതു മേനസംയോഗം, ആയതൊരു ജാഗരം ഏതവന്യം. കുട്ടികളെ, നിങ്ങൾ ബ്രഹ്മചാരികളാണ്, വിദ്യാർത്ഥികളാണ്. വിദ്യയെ അഭ്യസിക്കുക. അതിനു വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം, ദേഹശുദ്ധി വരുത്തണം, അഭ്യാസം ചെയ്യണം. ആരോഗ്യത്തിന് വേണ്ടായ വ്യായാമ മുറകൾ എന്താണെന്ന് വെച്ചാൽ അത് സൂര്യനമസ്കാരം മുതലായത് എന്താണ് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ ഗുരുനാഥന്മാരോടും മാതാപിതാക്കളോടും കാരണവന്മാരോടും ഒക്കെ ബഹുമാനപൂർവം, വളരെ ആദരപൂർവം അവരോട് പെരുമാറണം. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പാപം കിട്ടും. കഠോര കർമ്മങ്ങൾ ചെയ്താൽ പാപം അത് ഒഴിവാക്കും വേണം. എന്നാൽ സുഖമായി കഴിയാനൊക്കും എന്നാണ് കവി ചുരുക്കത്തിൽ നമ്മളോട് ഈ ശ്ലോകം വഴി പറഞ്ഞു തന്നിരുന്നത്. നമുക്കിത് പഠിക്കാം. ബാക്കി ശ്ലോകങ്ങൾ വിഷയം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.